നമസ്കാരം. മലബാറിലെ രാഷ്ട്രീയം എപ്പോഴും മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. അതിൽ കുറച്ചു കാലങ്ങളായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പലപ്പോഴും സമസ്തയുടെ പരമ സ്ഥാനത്തിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ പലരും, അതായത് PMA സലാം പോലുള്ള നേതാക്കൾ വിമർശിക്കുകയും അത്തരത്തിൽ വിവാദങ്ങൾ കൊഴുക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥയുടെ പിന്തുണ LDFന് കിട്ടും എന്നൊക്കെ തരത്തിൽ, അല്ലെങ്കിൽ സംസ്ഥയുടെ ഒരു വിഭാഗം LDFനൊപ്പം ചേരുന്നു എന്നൊക്കെ ആ തരത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു ചർച്ചകൾ വിഫലമാവുകയായിരുന്നു ഉണ്ടായത്. കാരണം സംസ്ഥ പൂർണ്ണമായും UDFനൊപ്പം അല്ലെങ്കിൽ ലീഗിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മഞ്ഞുരുകൽ, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളും രണ്ട് സംഘടനകളും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ വീണ്ടും സമസ്തയിലെ വിഭാഗീയത, അതിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണ് സമസ്തയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും മറ്റൊന്ന് മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗവും. അത്തരത്തിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ പ്രത്യക്ഷമായ രീതിയിൽ പല അഭിപ്രായ പ്രകടനങ്ങളും പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഈ മുനമ്പം വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു. ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് BJP ക്രൈസ്തവ വിഭാഗത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള തന്ത്രം, ക്രൈസ്തവ വിഭാഗത്തെ കൂടെ ചേർക്കാനുള്ള തന്ത്രം BJP ഉപയോഗിക്കുന്നു. അത് മുനമ്പം വിഷയത്തിലടക്കമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാവുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മുനമ്പം വിഷയത്തിലടക്കം മുസ്ലിം ലീഗ് കൃത്യമായി ഇടപെട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ആഘോഷങ്ങളിൽ അവർ സജീവമായി പങ്കെടുത്ത് ഒരു മതസൗഹാർദ്ദ രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇപ്പോൾ ക്രിസ്മസ് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. സമസ്തയിലെ മുസ്ലിം വിരുദ്ധ വിഭാഗം, അതിലെ പ്രധാനിയായ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അദ്ദേഹമാണ് ഇപ്പോൾ ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇത്തരം അതായത് ഇതര മത ആഘോഷങ്ങൾ നിഷിദ്ധമാണ്, അതുകൊണ്ട് തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിക്കുകയും അത് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തതിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അത് വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന രീതിയിലാണ് സംസ്ഥയുടെ ഈ നേതാവിൻ്റെ ഒരു പക്ഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ PMS സലാം, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു പിന്തുണ നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഹമീദ് ഫൈസിയുടെ ഈ ഒരു നിലപാട് വന്നിരിക്കുന്നത് എന്നാണ്. PMS സലാമും കൃത്യമായും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ മലബാറിലെ രാഷ്ട്രീയം, സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം അത് മറ്റൊരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തകർന്ന, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിഭാഗം, ലീഗ് വിരുദ്ധ വിഭാഗം, ഇനി അതിൽ മറ്റ് നേതാക്കളുണ്ട്. ആ നേതാക്കളൊക്കെ തന്നെ അമ്പലക്കടവിനെ പിന്തുണക്കുന്ന രീതിയിൽ രംഗത്തെത്തിയാൽ മറ്റ് നേരത്തെ ഉണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങൾ പോലെ തന്നെ ഈ ഒരു തർക്കം മുന്നോട്ട് തുടർന്നു പോകാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്.